നമസ്കാരം. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ ഒരു പാർക്കിൽ ഉണ്ടായ സംഭവം ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിക്കുകയായിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും വൈറലായി മാറുകയായിരുന്നു. ഇവിടെയുള്ള ഒരു പാർക്കിലെ മോണോറെയിൽ ട്രാക്കിലൂടെ, അതായത് വളരെ ഉയരത്തിലുള്ള ഒരു മോണോറെയിൽ ട്രാക്കിലൂടെ ഒരു കുട്ടി ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ടാണ് പലരും കണ്ടത്. ഇത് കണ്ട ആളുകളൊക്കെ തന്നെ ആകെ ഭയന്ന് നിലവിളിക്കുകയായിരുന്നു. കുട്ടിയോട് അവിടെ തന്നെ നിൽക്കാൻ പലരും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പല ആളുകൾ ഈ കാഴ്ച കണ്ട് അമ്പരന്ന് നിലവിളിച്ചതോടുകൂടി ഈ കുട്ടി ചെവികൾ പൊത്തിക്കൊണ്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഏതായാലും ജനങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ് അപ്പോഴവിടെ ഉണ്ടായിരുന്നത്. കാരണം ഈ കുട്ടി താഴേക്ക് പതിക്കുകയാണെങ്കിൽ അത്രയും ഉയരത്തിൽ നിന്നാണ് താഴേക്ക് വീഴുന്നത്. പിന്നെ ഈ കുട്ടി ഇത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയാണെങ്കിൽ അത് വലിയ ദുരന്തത്തിൽ കലാശിക്കുമെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളിൽ ഒരാൾ പെട്ടെന്ന് തന്നെ സമീപത്തുണ്ടായിരുന്ന ഭക്ഷണശാലയുടെ മുകളിലേക്ക് ചാടി എത്തിയതിന് ശേഷം ഇയാൾ പെട്ടെന്ന് തന്നെ ട്രാക്കിലേക്ക് എത്തി കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു. ഈ കുട്ടി എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കുടുംബാംഗങ്ങളുമൊത്താണ് ഈ കുഞ്ഞ് ഈ പാർക്കിലേക്ക് എത്തിയത്. ഇത് വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഹെർഷേ പാർക്ക് എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. ഇത് വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. വിവിധ ഇനത്തിൽപ്പെട്ട റൈഡുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ എപ്പോഴോ കുട്ടി അച്ഛനമ്മമാരിൽ നിന്ന് വേർപെടുകയും ഈ മോണോറെയിൽ ട്രാക്കിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഏതായാലും ഈ സമയത്ത് ഇതിലെ മോണോറെയിൽ സർവീസ് ഇല്ലായിരുന്നതുകൊണ്ട് കുട്ടിക്ക് വലിയ ആപത്ത് സംഭവിച്ചില്ല എന്ന് വേണം കരുതാൻ. കാരണം ഇതിൻ്റെ വാതിലുകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഏതായാലും കുട്ടി ഇതിനിടയിലൂടെ നുഴഞ്ഞു കയറുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും കുട്ടിയെ സുരക്ഷിതമായി തന്നെ താഴെ എത്തിച്ചു. രക്ഷകർത്താക്കൾ ഓടിയെത്തി കുഞ്ഞിനെ എടുത്തു. തുടർന്ന് ഈ സാഹസ്യ കൃത്യം നടത്തിയ ആളിനെ അവിടെ കൂടി ജനങ്ങളെല്ലാവരും തന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. പക്ഷേ എങ്ങനെയാണ് ഈ കുട്ടി അച്ഛനമ്മമാരിൽ നിന്ന് വേർപെട്ട് ഈ മോണോറെയിൽ ട്രാക്കിലേക്ക് എത്തിയത് എന്നുള്ളത് ഇപ്പോഴും ഒരു ദുരൂഹതയെ തുടരുകയാണ്. വളരെ ചെറിയൊരു കുട്ടി ഇത്രയും ഉയരത്തിലുള്ള മോണോറെയിൽ ട്രാക്കിൽ നിൽക്കുന്നത് കാണുമ്പോൾ ആരായാലും ഭയന്ന് നിലവിളിച്ച് പോകും എന്നുള്ളത് ഉറപ്പാണ്. ഈ ഹെർഷേ പാർക്കിൽ ഏതാണ്ട് ഒരു മാസം മുമ്പ് മറ്റൊരു ദാരുണ സംഭവം കൂടി നടന്നിരുന്നു. ഇവിടെയുള്ള വലിയൊരു പൂളിൽ, അതായത് ഈ വേവൊക്കെ ഉണ്ടാക്കുന്ന പൂളിൽ വീണ് ഒരു കുട്ടി മരിച്ചിരുന്നു. ഒരു പെൺകുട്ടിയാണ് മരിച്ചത്. ഈ കുട്ടി എങ്ങനെയാണ് മരിച്ചത്? ആ കുട്ടി ഏതെങ്കിലും രോഗബാധിതയായിരുന്നു, അങ്ങനെ ഹൃദയസ്തംഭനമോ മറ്റോ ഉണ്ടായതാണോ എന്നുള്ളത് കാര്യം ഇനിയും വ്യക്തമല്ല. ഈ സ്വിമ്മിംഗ് പൂളിനും ഒരുപാട് പ്രത്യേകതകളുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മൾ ആഴത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും 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 ആഴം കൂടിപ്പോകുന്ന ആ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു പൂളായിരുന്നു ഇത്. അപ്പോൾ അങ്ങനെയാണ് ഈ കുട്ടിയുടെ മരണം സംഭവിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ടുകളൊന്നും തന്നെ ഇനിയും പുറത്തു വിട്ടിട്ടില്ല. അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഈ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ അമേരിക്കയിൽ വ്യാപകമായി ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ എത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോഴും സംശയാസ്പദമാണ് എന്ന രീതിയിലാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്.